ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ ഡോമിലേക്കുള്ള കണ്ടൻസ് സെറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഗോ ത്രൂ ചെയ്തു അല്ലേ. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ലൈക്ക് പ്രിപ്പെൻഡ്, അപ്പെൻഡ്, ബിഫോർ, ആഫ്റ്റർ, ക്രിയേറ്റ് എലമെൻറ്റ് എല്ലാം നമ്മൾ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു അടുത്തൊരു കൺസെപ്റ്റ് ചെക്ക് ചെയ്യാം. അതാണ് ലൈവ് നോഡ് ലിസ്റ്റ് വേഴ്സസ് നോൺ ലൈവ് നോഡ് ലിസ്റ്റ് അഥവാ സ്റ്റാറ്റിക് നോഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇതേ HTML തന്നെ നമുക്കിതിൽ വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലിസ്റ്റ് എടുക്കാം. ഓക്കെ, സോ ഞാൻ കോൺസ്റ്റ് ലിസ്റ്റ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് UL നമ്മൾ എടുത്തു. ഓക്കെ, സോ ലിസ്റ്റിൽ നമുക്ക് UL ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതിന് നമുക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ ഐറ്റംസും ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഫസ്റ്റത്തെ ക്വറി സെലക്ടർ ഓൾ വെച്ചിട്ട് നമുക്ക് എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കോൺസ്റ്റ് ലിസ്റ്റ് ഐറ്റംസ് ഈക്വൽ ടു ലിസ്റ്റ് ഡോട്ട് query selector all of li. ഓക്കെ, സോ ലിസ്റ്റ് ഐറ്റംസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് 3 ലോഡ് ലിസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 എന്ന് പറഞ്ഞിട്ട് 3 നമുക്ക് ലോഡ് ലിസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവൻ പേജിലെ ബേസിക് ഞാൻ ലിസ്റ്റിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ലിസ്റ്റ് ഡോട്ട് നമ്മൾ യൂസ് ചെയ്തെന്ന് മാത്രം. ലിസ്റ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓൾ വെച്ചിട്ട് ആ ലിസ്റ്റിൻ്റെ ULൻ്റെ ഉള്ളിൽ എത്ര LI ഉണ്ടോ വെച്ചാൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ രണ്ടാമത്തെ ഓപ്ഷന് നമ്മൾ ക്വറി സെലക്ടർ ഓൾ ആണ് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ടാഗ് നെയിം ആണ്. ഓക്കെ, സോ സെയിം LI ഐറ്റംസ് മറ്റൊരു വഴി നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. സോ ഞാൻ പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ലിസ്റ്റ് ഐറ്റംസ് 2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഈക്വൽ ടു നമുക്ക് ലിസ്റ്റ് ഡോട്ട് ഓക്കെ ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ടാഗ് നെയിം. എന്നിട്ട് ഞാൻ ടാഗിൻ്റെ ഉള്ളിൽ LI കൊടുത്തു. ഓക്കെ, എന്നിട്ട് ലിസ്റ്റ് ഐറ്റംസ് 2 എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് HTML കളക്ഷനാണ്. ആദ്യത്തെ ശ്രദ്ധിക്കണം, ആദ്യത്തെ നമുക്ക് നോഡ് ലിസ്റ്റാണ് കിട്ടുന്നത്. രണ്ടാമത്തെ നമുക്ക് കിട്ടുന്നത് HTML കളക്ഷനാണ്. സോ ഇവിടെയും നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറേ പോലെ തോന്നും. ആക്ച്വലി ഇൻഡെക്സ് ഒക്കെ ഉണ്ട്, ലെങ്ത് ഉണ്ട്, പക്ഷേ ആക്ച്വലി അത് റിയൽ അറിയാറില്ല. ഓക്കെ, സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയൊരു LI ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നമ്മൾ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ക്വറി സെലക്ടറോളും പിന്നെ ഒന്ന് ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ടാഗ് നെയിം. സോ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു LI ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനത് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ന്യൂ LI ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഞാൻ ക്രിയേറ്റ് എലമെൻറ്റ് വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് എലമെൻറ്റ് എന്നിട്ട് ഞാൻ ക്രിയേറ്റ് എലമെൻറ്റിൻ്റെ ഉള്ളിൽ LI കൊടുക്കും. ഓക്കെ, ഇനി ന്യൂ LI ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റ് ഈക്വൽ ടു ഞാൻ ഐറ്റം 4 എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ലിസ്റ്റിലേക്ക് ഇത് അപ്പെൻഡ് ചെയ്യാം. ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ് എന്നിട്ട് ഞാൻ ന്യൂ LI കൊടുത്തു. സോറി, LI. സോ നമ്മൾ കൊടുത്തു. സോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഐറ്റം ആഡ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ സ്ക്രീനിൽ ഐറ്റം 4 വന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലൈവ് വേഴ്സസ് സ്റ്റാറ്റിക് ബിഹേവിയറാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ലിസ്റ്റ് ഐറ്റംസ് ഒന്ന് ഫെച്ച് ചെയ്ത് നോക്കാം തിരിച്ച്. ലിസ്റ്റ് ഐറ്റംസ് സോ ക്വറി സെലക്ടർ ഓൾ വഴിയാണ് നമ്മൾ എടുത്തിരുന്നത്. സോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 ഐറ്റം കാണുന്നുള്ളൂ. ഇപ്പോഴും ക്വറി സെലക്ടർ ഓൾ വെച്ച് റൺ ചെയ്ത സമയത്ത് ഡോമിൻ്റെ സ്നാപ്ഷോട്ട് എടുത്തു വെച്ചിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത് സ്റ്റാറ്റിക് അല്ലെങ്കിൽ നോൺ ലൈവ് നോഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താ വെച്ചാൽ ഡോം ലേറ്റർ ചേഞ്ച് ആയാലും ലിസ്റ്റ് ഐറ്റംസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ അപ്ഡേറ്റ് ആവില്ല. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും. ദെൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ സംടൈംസ് എന്നുള്ളത്. അതിവിടെ സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലിസ്റ്റ് ഐറ്റംസ് അറേ സ്നാപ്ഷോട്ട് ആണെങ്കിലും അകത്തുള്ള ഒബ്ജക്ട്സ് LI എലമെൻറ്റ്സ് സ്റ്റിൽ റെഫറൻസ് വാല്യൂസ് ആണ്. അതുകൊണ്ട് നമുക്കത് ടെക്സ്റ്റ് കണ്ടൻ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കണമെങ്കിൽ ലിസ്റ്റ് ഐറ്റംസ് എടുത്തു, എന്നിട്ട് ഓഫ് 0 ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റ്. ഇപ്പോൾ ഐറ്റം 1 കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഐറ്റം 1_1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോ അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ സ്ക്രീനിൽ ടെസ്റ്റ് ചേഞ്ച് ചെയ്ത് കാണാം, കാരണം യു ആർ എഡിറ്റിംഗ് ദി സെയിം ഡോം എലമെൻറ്റ് ഒബ്ജക്റ്റ് ആക്ച്വലി. ഓക്കെ, സോ ലിസ്റ്റ് ഇറ്റ് സെൽഫ് ഞാൻ പറഞ്ഞു സ്നാപ്ഷോട്ടാണ്. എലമെൻറ്റ്സ് ഇൻസൈഡ് ആർ സ്റ്റിൽ അലൈവ് റെഫറൻസസ്. ഇനി നമുക്ക് എടുക്കുന്നത് വെച്ചാൽ ലിസ്റ്റ് ഐറ്റം 2 ചെക്ക് ചെയ്യാം. ഓക്കെ,
സോ ലിസ്റ്റ് ഐറ്റം 2 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിൽ നമുക്കൊരു 4 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ 4 ഐറ്റംസ് കാണുന്നുണ്ട്. ഐറ്റം ഫോറും ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കാരണം HTML കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇത് ലൈവ് കളക്ഷനാണ്. എസ്പെഷ്യലി ഈ മെത്തേഡ്സ് ഒക്കെ ലൈക്ക് ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം, ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം ആൻഡ് സിമിലർ ഗെറ്റ് എലമെൻറ്റ്സ് ബൈ മെത്തേഡ്സ് എല്ലാം തന്നെ ആക്ച്വലി അതൊരു ലൈവ് കളക്ഷൻ റിട്ടേൺ ചെയ്തെടുക്കും. സോ ഇങ്ങനത്തെ ഈ മെത്തേഡ്സ് എല്ലാം ലൈവ് കളക്ഷൻ റിട്ടേൺ തരുന്നുണ്ട്. നമുക്ക് ഡോമിൽ എലമെൻറ്റ്സ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്താൽ കളക്ഷൻസ് ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. സോ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് എടുക്കുന്നത് സിംഗിൾ എലമെൻ്റ് ആട്ടോ. സോ അത് ഓൾവേസ് ലൈവ് റെഫറൻസ് ആണ്, പക്ഷേ ലിസ്റ്റ് കൺസെപ്റ്റ് അല്ല അത് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻഡസ്ട്രിയിൽ ക്വറി സെലക്ടർ ഓളാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് കുറച്ച് ഫ്ലെക്സിബിൾ സെലക്ടേഴ്സ് ആണ്. ലൈക്ക് ക്ലാസ്, ആട്രിബ്യൂഷൻ, നെസ്റ്റഡ് സെലക്ടേഴ്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൺസിസ്റ്റൻറ്റ് മോണഡ് യൂസേഴ്സ് ലൈവ് കളക്ഷൻ സംടൈംസ് യൂസ്ഫുൾ ആണ്, ബട്ട് മോസ്റ്റ് കേസസിൽ നമ്മൾ ഇറ്റ് വോണ്ട് മാറ്റർ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി റിക്വയർമെൻറ്റ്. സം കേസസിൽ മാത്രമേ ലൈവ് കളക്ഷൻ യൂസ്ഫുൾ ഉള്ളൂ. പിന്നെ റയർ ആൻഡ് ബിഗ് ആപ്സിൽ ലൈവ് കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഡോം കൺസിസ്റ്റൻറ്റ് ചേഞ്ച് ആകുമ്പോൾ മെമ്മറി ഓവർഹെഡ് കൺസേൺസ് ഒക്കെ വരാം. ഓക്കെ, സോ സോറി ഞാൻ പറഞ്ഞാൽ റെയർ കേസസിലാണ് ആപ്സിലൊക്കെ ലൈവ് കളക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഡോം കൺസിസ്റ്റൻസി ചേഞ്ച് ആകുമ്പോൾ മെമ്മറി ഓവർഹെഡും മെമ്മറി ഇത്തിരി കൂടുതൽ എടുക്കും. സോ അവിടെ മെമ്മറി എടുക്കുന്നത് കൊണ്ട് ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ലേറ്റർ ഓൺ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി റിക്വയർമെൻറ്റ്. ആക്ച്വലി നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ഇത് മനസ്സിലായിരിക്കുന്നു. ലൈവ് നോഡ് ലിസ്റ്റ് വേഴ്സസ് സ്റ്റാറ്റിക് നോഡ് ലിസ്റ്റ്, ഇതാണ് കൺസെപ്റ്റ്. നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഞാനോട് ചെറാപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.